ഇന്ന് പറയണത് ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം അതിൻ്റെ ഹിസ്റ്ററിയും ഇവല്യൂഷനാണ് കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ നമ്മ ഇന്ന് കാണുന്ന ഒരു മോണിറ്ററി സിസ്റ്റത്തിലേക്ക് എത്തിയതെന്നാണ് പറയണത്. ദ മോണിറ്ററി സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ മണി. മോണിറ്ററി സിസ്റ്റം എന്താണ്? മണിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇക്കണോമിസ്റ്റുകൾ മണിനെ ഡിഫൈൻ ചെയ്താക്കണത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ വാല്യൂ, എ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കും, മീഡിയം എക്സ്ചേഞ്ച് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന്, സേവിങ്ങിന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനും, അതുകൂടാതെ ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ മെഷറിങ്ങിന് അക്കൗണ്ടിങ്ങിന് സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടൊക്കെയാണ് മണിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Money is used as a unit of account or as a medium of exchange to support and foster the exchange of goods and services and capital flows within and across countries. എന്താണ് മണി എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആയിരിക്കാം, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് സർവീസിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്യാപിറ്റൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഫ്ലോസ് ക്യാപിറ്റൽ വരുന്നതിന് വേണ്ടിയിട്ട്, അത് വിത്തിൻ രാജ്യത്തിനകത്തുമായിരിക്കാം പുറത്തുമായിരിക്കാം, അങ്ങനെ ഉള്ളതിനെയാണ് എന്ത് പറയുന്നത് മണി എന്ന് പറയുന്നത്. ഏർലിയർ മണി വാസ് റെപ്രസെൻറ്റഡ് ബൈ കോയിൻസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ഓർ സിൽവർ. ആദ്യകാലങ്ങളിൽ മണി റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ് സിൽവർ അല്ലെങ്കിൽ ഗോൾഡൻ കോയിൻസ് ആയിട്ട്, കോയിൻ നാണയ രൂപത്തിലായിരുന്നു. ഗോൾഡൻ സ്വർണ്ണ നാണയങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ, സ്വർണ്ണ നാണയം, വെള്ളി നാണയങ്ങൾ, അങ്ങനെയായിരുന്നു. ലേറ്റർ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ പേപ്പർ കറൻസി ആൻഡ് നൗ പ്ലാസ്റ്റിക് കാർഡ്സ്. പിന്നെ അത് എന്തായിട്ട് മാറി? പേപ്പർ കറൻസീസ് ആയിട്ട് മാറി. ലാസ്റ്റ് ഇപ്പം എന്താണ് പ്ലാസ്റ്റിക് കാർഡ്സ് ആയിട്ട് മാറി. വാട്ട് എവർ ബി ദ മീഡിയം ഓഫ് റെപ്രസെൻറ്റേഷൻ, മണി ഹാസ് ആൻ ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് ഈസ് ബാക്ക്ഡ് ബൈ എ മോണിറ്ററി സ്റ്റാൻഡേർഡ്. എങ്ങനെയായിട്ടുണ്ടോ മീഡിയം ഓഫ് റെപ്രസെൻറ്റേഷൻ ഏത് രീതിയിലായാലും കുഴപ്പമില്ല, കറൻസി ആണോ, പ്ലാസ്റ്റിക് കാർഡ്സ് ആണോ, ചെക്ക് ആണോ, അതൊന്നും പ്രശ്നമല്ല. മണി എന്ന് പറഞ്ഞാൽ അതിനെന്താണ് ഒരു മൂല്യമുണ്ട്, അതിലൊരു മൂല്യം അടങ്ങി, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അതിൽ ഉള്ളിൽ ഒരു മൂല്യം അടങ്ങിയിട്ടുണ്ട്. മോണിറ്ററി സ്റ്റാൻഡേർഡ്സ്, മണി സ്റ്റാൻഡേർഡ്സ് ആണ് അത് എന്ത് ചെയ്യുന്നത് ബാക്ക് ചെയ്യുന്നത്. ഇപ്പം 2 രൂപ കൊടുത്തിട്ട് 2 നോട്ട് കൊടുത്തിട്ട് വെറും ഒരു കടലാസ് അല്ല, അതെന്താണ് നമുക്കത് കൊടുത്താൽ 2 രൂപ കിട്ടും. 200 നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താ കടലാസ് അല്ല, എന്താണ് 200 രൂപയുടെ വാല്യൂ ഉള്ള ഒരു പേപ്പർ, അങ്ങനെയാണ് വരുന്നത്. For centuries, the main instrument for setting international payments obligations have been precious metals like silver and gold. 4 centuries, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറയുന്നത് എന്താണ്, മെയിൻ ഇൻസ്ട്രുമെന്റ്സ്, ഇന്റർനാഷണൽ പേയ്മെന്റ്സ് അദ്ദേഹം നടപ്പാക്കിയിരുന്ന മെയിൻ ഇൻസ്ട്രുമെന്റ്സ് എന്തായിരുന്നു? ഗോൾഡ്, സിൽവർ പോലെ പ്രേഷ്യസ് മെറ്റൽസിലാണ് അത് എന്ത് ചെയ്തിരുന്നത്, നമ്മൾ മേക്ക് ചെയ്ത ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത്ര എണ്ണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും, സ്വർണത്തിന്റെ കരുക്കൾ എന്നൊക്കെ പറയും അതിന്. ചിലത് റൗണ്ട് ആയിരിക്കും, ചിലത് സ്ക്വയർ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. When a given nation or empire has achieved regional hegemony, its currency has been a basis for international trade and hence for a de facto monetary system. എന്താണ് പറയുന്നത്, ഒരു നാഷണൽ ചക്രവർത്തി ഉണ്ടാവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്ത് അയാളുടെ അധീനതയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും സെയിം കറൻസി, ചിലപ്പോൾ അയാളുടെ മുഖമുദ്രയുള്ളതായിരിക്കും അല്ലെങ്കിൽ അവരുടെ കൊടിയുള്ളതായിരിക്കും, സ്വർണ്ണ നാണയമായിട്ടോ അല്ലെങ്കിൽ വെള്ളി നാണയങ്ങളായിട്ടോ ഇൻഡസ്ട്രി ട്രേഡിന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു ഡിഫാക്റ്റോ മോണിറ്ററി സിസ്റ്റം ആണ് അവർ അതിനുപയോഗിക്കും. ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Beginning early in the 19th century, gold and silver began to be succeeded by paper money, starting with the British pound in the 19th century and United States dollar since the middle of 20th century. പിന്നെ എന്താണ് 19ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് തന്നെ ഗോൾഡ്, സിൽവർ ഒക്കെ എന്ത് ചെയ്ത് എന്തിലേക്ക് മാറി? പേപ്പർ മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് മാറി. ബ്രിട്ടീഷ് പൗണ്ട് 19ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത്. അതുപോലെ ഡോളറുകൾ 20ാം നൂറ്റാണ്ട് മധ്യകാലത്താണ് ഡോളറുകൾ ഇറങ്ങിയത്. We shall examine the evolution of the international monetary system through the various regimes starting from gold standard. എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിലേക്ക് എത്തിയത് ധാരാളം റെജിംസ് എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ പടവുകൾ താണ്ടിയാണ്. അത് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്നാണ് എന്ത് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ്, സ്റ്റാർട്ടിങ് ഫ്രം ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്, ഫ്ലെക്സിബിൾ ഓർ ഫ്ലോട്ടിംഗ് റേറ്റ് ഉണ്ടായിരിക്കും, ഡർട്ടി ഓർ മാനേജ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്സ്. അങ്ങനെ 3 രീതിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാലഘട്ടങ്ങളെ തരംതിരിക്കാനായിട്ട് സാധിക്കും. The
Chronicle of the evolution of international monetary system to what we have today can be divided into four. ഇന്നത്തെ കാണുന്ന ഒരു ക്രോണിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം, ഇവല്യൂഷൻ ചേഞ്ചസ്, ഒരേ ഒരു മാറ്റമായിട്ട് പറഞ്ഞ പല രീതിയിലാണ് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിലെ 4 സ്റ്റേജസ് ആയിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത് കേട്ടോ. ഗോൾഡ് സ്റ്റാൻഡേർഡ് പീരീഡ്, ദ ഇന്റർവാർ പീരീഡ്, ദ ബ്രിട്ടൻ വുഡ്സ് എറ, ദ പോസ്റ്റ് ബ്രിട്ടൻ വുഡ്സ് എറ, ഇങ്ങനെ 4 ആയിട്ടാണ് ഇതിന് സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് പീരീഡ് എന്നാണ് പറയുന്നത് കേട്ടോ. 1870 മുതൽ 1919 വരെയുള്ള കാലഘട്ടം. 870 മുതൽ 919 വരെയുള്ള 1919 വരെയുള്ള കാലഘട്ടമാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. Britain had emerged as the undisputed maritime, industrial and commercial power following Napoleon's defeat at the Battle of Waterloo in 1815. എന്താണ് ബ്രിട്ടൻ എന്താണ് ഒരു എമർജ് എന്ന് പറഞ്ഞാൽ അവരുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ തോൽപ്പിക്കാനായിട്ട് ആരുമില്ല. പിന്നെ അവർ മാത്രം ലോകത്തിൽ വലിയ ശക്തിയായിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ പവർ ഇൻഡസ്ട്രിയൽ പവർ ആയിട്ടുണ്ടെങ്കിലും അവരപ്പോൾ വാട്ടർലൂ യുദ്ധം കഴിഞ്ഞിട്ട് 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയന് തോൽപ്പിച്ചതിന് ശേഷമുള്ള ഒരു പീരീഡാണ്, കാലഘട്ടമാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് വന്നത്. Through her extensive network of colonies, Britain had emerged as the principal trading nation in the world too. ലോകത്തെല്ലായിടത്തും എവിടെയാണ് ഈ ബ്രിട്ടീഷുകാരുടെ കോളനികൾ ഉണ്ട്, അവരാണ് നിയന്ത്രിക്കുന്നത്, ട്രേഡിങ്ങിനെ നിയന്ത്രിക്കുന്നത്. Due to their long-held expertise in money and banking, England became ideally positioned to impose its own order on the international monetary system, and that order came to be called the gold standard. അപ്പം അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, ക്യാഷ് ആയാലും ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് എന്താണ് ഐഡിയലായിട്ട് ഒരു കൂടുതലായിട്ടും ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ട് ട്രേഡിങ്ങിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പം അതിനെയാണ്, ആ കാലഘട്ടത്തെയാണ് എന്താ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും നല്ല ട്രേഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ബിക്കേം ദ ഗ്യാരണ്ടർ ഓഫ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഗ്യാരണ്ടർ ആയിട്ട് നിന്നിരുന്നത്. ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഈസ് എ പോളിസി ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഗോൾഡ് ആസ് ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ ആൻഡ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് എ കൺട്രി, ദാറ്റ് ഈസ് മേക്കിംഗ് ഗോൾഡ് ദ മണി ഇൻ സർക്കുലേഷൻ. ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ എന്താണ് പറയണത്, ഒരു മണീനെ റെപ്രസെന്റ് ചെയ്യണത് എന്തായിട്ട് ഗോൾഡാണ് അത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരു വാല്യൂ ഇത്ര എമൗണ്ട് കൊടുത്താൽ അത്രയും എമൗണ്ടിന്റെ ഗോൾഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡിലാണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നവർ നടപ്പാക്കിയിരുന്നത്. Thus, all paper money issued by commercial banks in the country were set in terms of their weight in gold and became fully convertible of gold upon presentation at the bank. ഇപ്പൊ പേപ്പർ മണിയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കണമെങ്കിൽ ആ രാജ്യം എന്ത് ചെയ്യുന്ന പറയുന്നത്, ആ പേപ്പർ തൂക്കിയിട്ട് അത്രയും വെയിറ്റിൽ ഗോൾഡ് കൊടുക്കണം. അപ്പൊ ഗോൾഡായിട്ട് ഫുള്ള് കൺവേർട്ട് ചെയ്തിട്ടാണ് ആ ബാങ്ക് അത് റെപ്രസെന്റ് ചെയ്യണതെന്ന്. The gold standard gained acceptance as an international monetary system in the 1870s. 1970 ഗോൾഡിന് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ. Since each country set its value in terms of the same commodity, namely gold, the exchange rate between one country's currency and that of other were proportional to the amount of gold. അപ്പോൾ ഓരോ രാജ്യങ്ങളും എന്താണ് ഗോൾഡായിട്ട് തന്നെ എക്സ്ചേഞ്ച് നടത്തിയിരുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ കറൻസി അവർ തൂക്കും, ആ തൂക്കിയിട്ട് അതിന് തുല്യമായിട്ടുള്ള ഗോൾഡ് ആയിരിക്കും ആ മറ്റേ കൺട്രിക്ക് കൊടുക്കുന്നത്. അപ്പൊ എമൗണ്ട് ഓഫ് ഗോൾഡ് എന്തായിരിക്കും, പ്രൊപ്പോർഷൻ ആയിരിക്കും, കറൻസിക്ക് തുല്യമായ ഗോൾഡാണ് വന്നത്. For instance, £1 was worth 1/4 of an ounce of gold and $1 worth 1/28. അപ്പോൾ പൗണ്ട് ആണെങ്കിൽ ഒരു പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 ആൻ ഔൺസ് ഓഫ് ഗോൾഡ് എന്നാണ് പറയണത്. അതായത് ഒരു പൗണ്ടിന് നമ്മൾക്ക് എന്താണ് 4 ഗോൾഡിന്റെ 4 ഭാഗങ്ങൾ, ഒരു ഭാഗം കൊടുത്താൽ പൗണ്ട് കിട്ടും. $, ആണെങ്കിൽ ആ 20 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് $, ആയിട്ട് വന്നത്. The exchange rate between the two was set at £1 equal $5 and reciprocally $1 equal 0.20 of a British pound.
അതായത് ഇവിടെ പറയണത് ഒരു പൗണ്ട് എന്ന് പറഞ്ഞാൽ $5 കൂടുന്നതാണ്. അതായത് ഒരു പൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് $5 കൊടുത്താലേ കിട്ടുള്ളൂ. നേരെ തിരിച്ച് $1 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 0.20 ബ്രിട്ടീഷ് പൗണ്ടേ കിട്ടുള്ളൂ എന്ന്. അപ്പൊ അവിടെ എന്തിനാണ് പൗണ്ടിനാണ് എന്ത് വരുന്നത്? മൂല്യം കൂടുതൽ വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. The gold standard proved to be a very successful regime, providing the world with a period of unusually high stability, economic growth and prosperity. The gold standard was suspended when the First World War broke out in 1914. Countries were in need to print money to pay for the war and could not ensure the convertibility of their currency to gold. Convertibility to gold was suspended and had to await the end of the war. ഗോൾഡ് സ്റ്റാൻഡേർഡ് സക്സസ്ഫുൾ ആയ ഒരു കാലഘട്ടമായിരുന്നു. എന്ത് പറയുന്നൊരു ലോകത്തൊരു 1914 വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടണം, ഫസ്റ്റ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുന്ന ഗോൾഡ് ഒരു സ്റ്റാൻഡേർഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിരുന്നു. ലോകത്തെല്ലായിടത്തും അതിനെന്താ ഗോൾഡിന് തന്നെ ഹൈ സ്റ്റെബിലിറ്റി ഉണ്ട്, ഇക്കണോമിക് ഗ്രോത്ത്, പ്രോസ്പെരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ച്? രാജ്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യും? പേപ്പർ കറൻസി ആവശ്യമായിട്ട് വന്നു. പക്ഷെ അവർക്ക് എന്താണ്? ഗോൾഡാണ് ഇരിക്കുന്നത്. ഗോൾഡ് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് തുല്യമായ കറൻസി ഏതാണെന്ന് അവർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എന്താണ് അത് വേണ്ടാന്ന് വെച്ച്. അപ്പൊ അവർ എന്ത് ചെയ്യേണ്ട വന്ന്? ഗോൾഡിനെ മുഴുവൻ കറൻസി ആക്കി മാറ്റുന്നതിന് യുദ്ധം കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. The problem that resulted was that during the war countries had printed so much money that it had caused inflation, which pushed prices well above the pre-war levels. So much was the rise in prices that it was questionable when it and if it would be possible to return to the gold standard at the pre-war parities. അപ്പൊ അതിന് പ്രശ്നമായിട്ട് വന്നത് ആ യുദ്ധം നടന്ന ആ രാജ്യങ്ങളുണ്ടല്ലോ, യുദ്ധം നടന്ന കാലഘട്ടത്തിൽ അവർ ഒരുപാട് കറൻസീസ് എന്ത് ചെയ്ത് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിന് കാരണമാക്കി? ഇൻഫ്ലേഷൻ കാരണമാക്കി, എല്ലാത്തിനെയും വില ഉയരുന്നതിന് കാരണമാക്കി. അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടിയത് കൊണ്ട് തന്നെ പേപ്പർ മണിക്ക് ഡിവാലുവേഷൻ പേപ്പർ മണിയുടെ മൂല്യം കുറയാൻ തുടങ്ങി. അപ്പൊ അതെന്താണ്? ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അല്ലെങ്കിൽ വലിയൊരു ചോദ്യമായിട്ട് ഉയർന്നു വരികയും അത് വീണ്ടും അവരെന്തിലേക്ക് തിരിച്ചു പോയി? ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ട് വരികയും ചെയ്തു. ഇത്രയുമാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് പീരീഡ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇന്റർവാർ പീരീഡ് ആണ് കേട്ടോ പറയണത്. 1919 മുതൽ 1944 വരെയുള്ളത് ഇന്റർവാർ പീരീഡ്. The period between 1919 and the outbreak of the Second World War is known in economic history as the interwar period. ഇന്റർവാർ പീരീഡ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നതിന് മുൻപുള്ളത്. ഔട്ട്ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ ആണ് പറയുന്നത്. The world economy was characterized by tremendous instability and eventually economic breakdown, what is known as the Great Depression. അപ്പോൾ എന്താണ് വേൾഡ് ഇക്കണോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല, ഇക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായിട്ട് വളരെ മോശമായ അവസ്ഥയായിരുന്നു. അപ്പം അതിന് ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡ് എന്നാണ് ആ കാലഘട്ടം അറിയപ്പെടുന്നത്. 1930 മുതൽ 1939 വരെ കേട്ടോ, 9 വർഷക്കാലം. The world tried to return to a functional international monetary order but failed. അവർ തിരിച്ചു വരാൻ നോക്കിയെങ്കിലും, വേൾഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും? ബ്രിട്ടീഷുകാരാണല്ലോ ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പം അത് തിരിച്ച് വരാൻ നോക്കിയെങ്കിലും അതെന്തായിരുന്നു? പരാജയമായിരുന്നു. The United States emerged as a major economic and political power in the world. US ആയിട്ട് അമേരിക്കക്കാരെന്ത് വന്ന ഇക്കണോമിക് ആയിട്ട് പൊളിറ്റിക്കൽ പവർ ആയിട്ടും ഉയർന്നു വന്നു. After forced deflation, Britain went back to the gold standard in 1925 at the pre-war parity. ഒരു വല്ലാത്തൊരു ഡീഫ്ലേഷൻ അഭിമുഖീകരിച്ചതിന് ശേഷം ബ്രിട്ടൻ വീണ്ടും അവരെന്തിലേക്ക് വന്ന് 1925 ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് തിരിച്ചു വന്നു. But the attempt failed miserably and Britain was forced to abandon the gold standard in 1931 once the Great Depression broke out. പക്ഷെ എന്താണ്? ബ്രിട്ടൻ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. മിസറബിളി എന്ന് പറഞ്ഞാൽ ദുഃഖകരമായിട്ടല്ല, മിസറബിൾ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വമായിരിക്കും ഗോൾഡ് സ്റ്റാൻഡേർഡ് വേണ്ടാന്ന് വെക്കേണ്ട വന്ന് ആദ്യം മുതൽ 1931. അത് ഞാൻ പറയണത് ഗ്രേറ്റ് ഡിപ്രഷൻ അതുമൂലം എന്താണ് ഒരുപാട് സാമ്പത്തിക മാന്ദ്യം രാജ്യം നേരിടേണ്ടതായിട്ട് വന്നു.
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അബാൻഡൺ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഗോൾഡ് സ്റ്റാൻഡേർഡ് വേണ്ടെന്ന് വെച്ച് 1933. All other nations were forced off the gold standard and a free for all period of competitive devaluations and beggarthy neighbor economic trade policies ensured. എല്ലാ നേഷൻസ് എന്ത് ചെയ്ത് ഫോഴ്സ്ഡ് ഓഫ് ഗോൾഡ് സ്റ്റാൻഡേർഡ് വേണ്ടെന്ന് വെക്കാനായിട്ട് അതിന് പകരമായിട്ട് വേറെ എന്താണ് വേണ്ടത്, അത് എന്തിന് കാരണമായി എന്നാണ് പറയുന്നത്, കൂടുതൽ കോമ്പറ്റീഷൻ നേരിടണം, ഡിവാലുവേഷൻ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് വരുത്തേണ്ടതായിട്ട് വന്നു. By 1934, global trade had fallen to 1/6 of its 1929 level, while tariff levels had surpassed even those of the mercantilist period, the highest levels of the world had ever seen. This was the end of the gold standard. 1934 ആയപ്പോഴേക്കും എന്ത് പറ്റി, ഭയങ്കര മോശമായ അവസ്ഥയിലേക്കാണ് ഈ ഗ്ലോബൽ ട്രേഡ് പോയിക്കൊണ്ടിരുന്നത്, ആഗോളമായിട്ടുള്ള ട്രേഡ് നടത്തുന്നത്. 1929 എത്തിയപ്പോഴേക്കും അതും ഏറ്റവും മോശമായ അവസ്ഥയിലെത്തി. ഒരുപാട് താരിഫ് ലെവൽസുകൾ സർപ്പാസ് ചെയ്യേണ്ടതെന്ന്, അതിൻ്റെ ഫലമായിട്ട് എന്താണ് മെർക്കന്റൈലിസ്റ്റ് പീരീഡുകൾ, അതുപോലെ ലോകത്താകമാനം തന്നെ ഒരു മാന്ദ്യം അല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് വന്നു. ഇതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡിൻ്റെ അവസാനമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്റർവാർ പീരീഡിലാണ് എന്തായത് ഗോൾഡ് സ്റ്റാൻഡേർഡ് അവസാനിപ്പിച്ചത്. ഇനി അടുത്തത് മൂന്നാമത്തെ ദ ബ്രിട്ടൻ വുഡ്സ് എറ എന്നാണ് പറയുന്നത്. 1944 തുടങ്ങി 1973 വരെ കേട്ടോ. ആസ് ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ഡ്രോയിങ് ടു ആൻ എൻഡ്, എന്താണ് സെക്കൻഡ് വേൾഡ് വാർ അവസാനത്തിലേക്ക് വന്നു. ദ അലൈഡ് പവേഴ്സ് ഹെൽഡ് എ കോൺഫറൻസ് അറ്റ് ബ്രിട്ടൻ വുഡ്സ് ഇൻ ജൂലൈ 1944. അതിന്റെ ഫലമായിട്ട് എന്താണ്, എല്ലാ ശക്തികളും കൂടി ഒരുമിച്ച് ഒരു കോൺഫറൻസ്, ശക്തികൾ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങൾ, അന്നത്തെ വലിയ രാജ്യങ്ങൾ, പണമായിട്ടും മറ്റുമായിട്ടും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ബ്രിട്ടൻ വുഡ്സിലെ ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി 1944 ജൂലൈയിൽ. ടു പ്ലാൻ ദ സ്ട്രക്ചർ ഓഫ് ദ പോസ്റ്റ് വാർ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ദാറ്റ് വുഡ് റീപ്ലേസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഹാഡ് കൊളാപ്സ്ഡ് ഡ്യൂറിംഗ് ദ ഇന്റർവാർ പീരീഡ്. ഇപ്പം എന്തൊക്കെ തീരുമാനിക്കാൻ ഒരു പ്ലാനിങ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, അതായത് വാറ് കഴിഞ്ഞതിന് ശേഷം വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഒക്കെ വേണ്ടാന്ന് വെച്ച് അതിന് പകരമായിട്ട് അവരൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്റർവാർ പീരീഡിലാണ് അത് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്, ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് വിളിച്ചുകൂട്ടിയത്. According to the Bretton Woods Agreement, the signatory countries would maintain a fixed or pegged exchange rate for its currency, vice versa the dollar or gold. ഇപ്പോൾ ബ്രിട്ടൻ വുഡ് എഗ്രിമെന്റ് പ്രകാരം എന്താണ് എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്ത് അതിൽ ഫിക്സഡ് ഓർ പെഗ്ഡ് എന്നാണ് പറയണത്. ഫിക്സഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് എന്തിനെങ്കിലും അനുസരിച്ചിട്ടായിരിക്കാം. മിക്കവാറും എല്ലാവരും അനുകൂലിച്ചത് എന്താണ്, ഡോളർ ഓർ ഗോൾഡ്, അത് മതി എക്സ്ചേഞ്ച്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മതി എന്നാണ് പറഞ്ഞത്. ഡോളറിലൂടെയോ ഗോൾഡിലൂടെ വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദിസ് ഈസ് കോൾഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് റിജിമേ. ഇതിനെന്തെന്ന് പറയാം, നമ്മൾക്ക് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് റിജിമേ എന്ന് പറയാം. അതായത് ഇത്ര എമൗണ്ട്, ഇത്ര റേറ്റ് ആണ് എന്ന് നിശ്ചയിക്കുന്നത്. ഒരു കറൻസിയുടെ വാല്യൂ ഇത്ര റേറ്റ് ആയിരിക്കും, അത്ര റേറ്റ് കൊടുത്താൽ അത്ര എമൗണ്ട് കിട്ടും എന്നുള്ളത്. ഗോൾഡിലായിരിക്കാം, ഡോളറിലായിരിക്കാം, മീഡിയം എന്നത്. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ഓൾസോ റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് IMF ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ. ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന് ഫലമായിട്ടാണ് എന്തും വന്നത്, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഡിറൈവ് ചെയ്ത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. Thus the main features of the system agreed upon at the Bretton Woods conference were the following. താഴെ പറയുന്ന മെയിൻ ഫീച്ചേഴ്സ്, 4 ഫീച്ചേഴ്സ് ആണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന് ഉള്ളത്, എഗ്രിമെന്റ് പറഞ്ഞിട്ടുള്ളതിൽ. ഒന്നാമത്തത്, the US dollar would replace gold by becoming reserve currency that would be fully convertible to gold for official payment purposes among central banks at the price of 1 ounce of gold equals $35. ഇപ്പൊ $US ആണ് ഗോൾഡിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്, ഒരു റിസർവ് കറൻസി ആയിട്ട്. അതായത് ഫുള്ളി കൺവേർട്ടബിൾ ടു ഗോൾഡ് ആണ്. ഒഫീഷ്യൽ പേയ്മെന്റ് പർപ്പസിന് മാത്രം സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യാം, നമുക്ക് അത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ പ്രൈസ് വരുന്നത് 1 ഔൺസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $35 കൊടുക്കണം. അത് $35 കൊടുത്താൽ മാത്രമേ 1 ഔൺസ് ഗോൾഡ് കിട്ടുള്ളൂ കേട്ടോ. 1 ഗ്രാം എന്ന് നമ്മൾ പറയൂല, അതുപോലെ ഒരു ഔൺസ് കണക്കാണ് പറയണത്, ഔൺസ് എന്നാണ് പറയണത് കേട്ടോ.
അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തേത് പറയണത് കൺട്രീസ് വുഡ് ദെൻ സെറ്റ് ദ വാല്യൂ ഓഫ് ദെയർ കറൻസി അഗൈൻസ്റ്റ് ദ US$. എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യേണ്ട വന്ന് US$ന് അനുസരിച്ചിട്ടാണ് അവരുടെ കറൻസിയുടെ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് കൺട്രീസ് വുഡ് കീപ് ദെയർ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സഡ് അറ്റ് ഓൾ ടൈംസ്. എന്താ രാജ്യത്ത് എന്താണ് ഏത് സമയത്ത് ഇൻഫ്ലേഷൻ ആയിട്ടുണ്ടെങ്കിൽ പെരുപ്പായാലും പണം ചുരുക്കമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും എല്ലാ സമയത്തും എല്ലാ രാജ്യത്തും ഉണ്ടാവുന്നത്, വ്യത്യാസം വരുത്താൻ പാടില്ല. നാലാമത്തത് ടു ഹെൽപ്പ് കൺട്രീസ് മെയിൻറ്റെയിൻ ദെയർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പാരിറ്റീസ് ആൻഡ് വെദർ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വർ ആസ് എസ്റ്റാബ്ലിഷ്ഡ്. എന്താണ് രാജ്യങ്ങൾ സഹായിക്കാൻ വേണ്ടി ഫിക്സഡ് റേറ്റ് ആണുള്ള പാരിറ്റിയാണ് പിന്തുടരുന്നത്. അപ്പം അവർക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരാം, ഇൻഫ്ലേഷനൊക്കെ വരുമ്പോൾ BOPയിൽ വ്യത്യാസം വരും. അപ്പം അതിനെ സഹായിക്കുന്നതിന് വേണ്ടി IMFനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് IMF എന്ത് ചെയ്തോളും, BOP താഴുകയും ഒരു പരിധി വരെ കൂടുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു ബാലൻസ് ചെയ്ത് പോകുന്നതിന് വേണ്ട മാർഗങ്ങൾ അവർ സെറ്റ് ചെയ്തോളൂ. The roles of the IMF is to provide short-term lending to countries experiencing balance of payment deficits and prevent their currencies from being devalued. IMFന്റെ റോൾ എന്ന് പറയുന്നത് ഏതെങ്കിലും രാജ്യം ഒരു ഡെഫിസിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പം അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുത്ത് സഹായിക്കാം, അവർ ഡെഫിസിറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ കറൻസി അവരുടെ ആ രാജ്യത്തിന്റെ കറൻസിയുടെ വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായുള്ള പ്രിവെൻഷൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് IMFന്റെ റോളായിട്ട് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഫീച്ചേഴ്സ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ അവരെടുത്ത തീരുമാനങ്ങൾ എഗ്രിമെന്റിലുള്ളതെന്ന് പറയണത്. Thus the post-war International Monetary Order was established. എന്താണ് പോസ്റ്റ് ഇന്റർനാഷണൽ മോണിറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഒരു പുതിയ കാലഘട്ടമാണ് വന്നത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റെജിം എന്നാണ്, ഫിക്സഡ് എക്സ്ചേഞ്ച് കാലഘട്ടമാണ് വന്നത്. വേർ ദ വാല്യൂ ഓഫ് ഗോൾഡ് വാസ് ഫിക്സഡ് ടു ദ US$. ഗോൾഡിന്റെ വാല്യൂ എന്തിന് അനുസരിച്ചിട്ട് US$അനുസരിച്ച് ഫിക്സ് ചെയ്ത്. ആൻഡ് വേർ ദ US$ വാസ് കൺവെർട്ടബിൾ ഇൻ ടു ഗോൾഡ്. ഗോൾഡിന് എന്തായിട്ട് മാറ്റാം, US$ ആയിട്ട് മാറ്റാം, US$ന് ഗോൾഡുമായിട്ട് കൺവേർട്ടുകൾ ചെയ്യാൻ പറ്റും. ബട്ട് എക്സ്ചേഞ്ച് റേറ്റ്സ് റിമൈൻഡ് ഫിക്സഡ് ആസ് വിത്ത് ദ പ്രീ വാർ ഓർഡർ. പക്ഷെ എക്സ്ചേഞ്ച് റേറ്റ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും, അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല. ഫിക്സഡ് എന്ന് ഇപ്പോൾ 100 രൂപയ്ക്കുള്ള ഡോളർ ആണെങ്കിൽ ആ 100 രൂപയ്ക്കുള്ള ഗോൾഡ് തന്നെ, അല്ലെങ്കിൽ കറൻസി ഏതാണ് ആ കറൻസി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മൂല്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഇല്ല. അപ്പം ഇത്രയുമാണ് ബ്രിട്ടൻ വുഡ് സെറ എന്ന് പറയുന്നത്.